കേരള സർവകലാശാലയിൽ സംഭവിച്ചത് ഈ രജിസ്ട്രാർ നേരത്തെ സസ്പെൻഷനിൽ ആയതാണ്. അത് VC ആണ് രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. അതിനുശേഷം സിൻഡിക്കേറ്റ് ഇന്നലെ അടിയന്തര യോഗം ചേരുന്നു. സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിക്കുന്നു. പക്ഷേ VC അതിനോട് യോജിക്കുന്നില്ല. VC ഡോക്ടർ സിസ തോമസ് ഈ സിൻഡിക്കേറ്റ് യോഗം അവസാനിപ്പിച്ചതിന് ശേഷമാണ് സിൻഡിക്കേറ്റ് ചേർന്ന് ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയതെന്നാണ് ഡോക്ടർ സിസ തോമസിന്റെ വാദം. പക്ഷേ ഇന്ന് രാവിലെ KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്ത് എത്തുന്നു. അതിനിടെ ഡോക്ടർ സിസ തോമസ് താൽക്കാലിക VC അവർ മറ്റൊരാൾക്ക് ചുമതല നൽകുന്നു. മിനി കാപ്പന് ചുമതല നൽകുന്നു, രജിസ്ട്രാറുടെ ചുമതല. അതിനിടയ്ക്ക് ജോയിന്റ് രജിസ്ട്രാറായ ഹരികുമാറിനോട് വൈസ് ചാൻസലർ വിശദീകരണം ചോദിക്കുന്നു. എന്താണ് ഇന്നലെ സർവകലാശാലയിൽ നടന്നത് എന്നതിനെ പറ്റി അദ്ദേഹം ഈ വിശദീകരണം നൽകാൻ മടിക്കുന്നു. അപ്പോൾ മറ്റൊരാൾക്ക് ജോയിന്റ് രജിസ്ട്രാറുടെ ചുമതല നൽകുന്നു വൈസ് ചാൻസലർ. അങ്ങനെ വരുമ്പോൾ 2 രജിസ്ട്രാർമാർ, 2 ജോയിന്റ് രജിസ്ട്രാർമാർ. പിന്നെ നടക്കുന്ന മറ്റൊരു നാടകീയ സംഭവം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം KS അനിൽകുമാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയതാണ്. താൻ സസ്പെൻഷനിലാണ്, ആ സസ്പെൻഷൻ നിയമവിരുദ്ധമാണ് എന്ന്. ഇന്ന് പക്ഷേ അദ്ദേഹം ആ ഹർജി ഹൈക്കോടതിയിൽ നിന്ന് പിൻവലിക്കുന്നു. താനിപ്പോൾ സസ്പെൻഷനിലല്ല എന്ന് ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതി പിന്നീട് അതിൽ ഇടപെട്ടിട്ടില്ല. കാരണം ഹൈക്കോടതി മുന്നിൽ ആ ഒരു വിഷയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റു കാര്യങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ തീരുമാനിക്കട്ടെ എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ശ്രീ G മുരളീധരൻ, യഥാർത്ഥത്തിൽ ആരാണിപ്പോൾ കേരള സർവകലാശാലയിലെ രജിസ്ട്രാർ? ഇപ്പോൾ 2 പേർക്കാണല്ലോ ചുമതലയുള്ളത്. കേരള സർവകലാശാലയുടെ ഇപ്പോഴത്തെ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ. സിൻഡിക്കേറ്റ് ഓർഡർ അനുസരിച്ച് ചുമതലയേറ്റ ഡോക്ടർ KS അനിൽകുമാറാണ് ഇപ്പോഴത്തെ കേരള സർവകലാശാല രജിസ്ട്രാർ. വേറെ ആരെങ്കിലും എവിടെങ്കിലും നിന്ന് രജിസ്ട്രാർ അപ്പോയിന്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും സിൻഡിക്കേറ്റ് അംഗീകരിക്കത്തില്ല. പക്ഷേ അത് വൈസ് ചാൻസലർ അപ്പോയിന്റ്മെന്റ് നടത്തിയിരിക്കുന്നു. വൈസ് ചാൻസലറുടെ തീരുമാനമാണല്ലോ. ആക്ട് സെക്ഷൻ 12(1) അനുസരിച്ച് സിൻഡിക്കേറ്റ് ആണ് രജിസ്ട്രാറുടെ അപ്പോയിന്റിംഗ് അതോറിറ്റി. അല്ല, അത് വൈസ് ചാൻസലർ ആണല്ലോ ഇങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. പുതിയ ആൾക്ക് ചുമതല, അധിക ചുമതല നൽകിയിരിക്കുന്നത്. വൈസ് ചാൻസലർക്ക് അങ്ങനെ ഒരു അധികാരമൊന്നും ഇല്ലെന്നേ. നിങ്ങളത് ആക്ടും സ്റ്റാറ്റ്യൂട്ടും എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഒരു സ്വകാര്യ സംഘടന വന്ന് സെനറ്റ് ഹാൾ ബുക്ക് ചെയ്യുന്നു. എന്നിട്ട് സർവകലാശാലയുടെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് അവിടെ പരിപാടി നടത്താൻ ശ്രമിക്കുന്നു. ആ സമയത്ത് സെനറ്റ് ഹാളിലും അതിന് പുറത്തും സംഘടന ഉണ്ടാവുന്നു. ഈ സാഹചര്യത്തിൽ സെക്യൂരിറ്റി ഓഫീസറും PROയും അവിടെ ഉണ്ടായിരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും രജിസ്ട്രാറോട് പറയുന്നു, ഇത് വലിയ ഗുരുതരമായ ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകും, അതുകൊണ്ട് ഇടപെടണം. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് തലവൻ എന്ന നിലയ്ക്ക് രജിസ്ട്രാറിൻ്റെ ഉത്തരവാദിത്വമാണ് ആ പ്രശ്നത്തിൽ ഇടപെടുക എന്നുള്ളത്. സംഘാടകരോട് സംസാരിച്ചു, നിങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഉറപ്പ് സത്യവാങ്മൂലം അനുസരിച്ച് പരിപാടി നടത്തണം എന്ന് പറഞ്ഞു. സംഘാടകർ ആദ്യം അത് സമ്മതിച്ചു, പിന്നീട് അത് അവർ ലംഘിച്ചു. അപ്പോഴാണ് ഒരു സംഘർഷ സാഹചര്യം, ഒരു ക്രമസമാധാന പ്രശ്നം അവിടെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പരിപാടി സർവകലാശാലയ്ക്ക് നൽകിയ സത്യവാങ്മൂലം ലംഘിച്ചു എന്ന കാരണത്താൽ റദ്ദ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു തീരുമാനം സർവകലാശാലയ്ക്ക് വേണ്ടി എടുത്ത ഒരു രജിസ്ട്രാറെ സിൻഡിക്കേറ്റിൻ്റെ അധികാരം വൈസ് ചാൻസലർക്കുള്ള ആക്ടിലെ പ്രത്യേക അധികാരം ഉപയോഗിച്ചു, അതായത് സെക്ഷൻ 10(13) ഉപയോഗിച്ച് സസ്പെൻഡ് ചെയ്യുകയാണ്. അങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ അവകാശമില്ല കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക്. കാരണം രജിസ്ട്രാറുടെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി സിൻഡിക്കേറ്റാണ്. ആ സിൻഡിക്കേറ്റിന് മാത്രമേ രജിസ്ട്രാർക്കെതിരായി നടപടി സ്വീകരിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇക്കാര്യം ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ ആദ്യ ദിവസം സ്റ്റേ നൽകിയിരുന്നില്ല. അതുമാത്രമല്ല, അവിടെ ഹൈക്കോടതി നടത്തിയ ചില പ്രധാനപ്പെട്ട പരാമർശങ്ങളുണ്ട്. അത് ഈ പറയുന്ന രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെയായിരുന്നു. ഈ ഭാരതാംബയുടെ ചിത്രം വയ്ക്കുന്നതിൽ എന്താണ് കുഴപ്പം എന്ന രീതിയിലാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള പരാമർശം വന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് പരാമർശങ്ങൾ ഉണ്ടാകും എന്ന് കണ്ടുള്ള ഒരു നാടകമായിരുന്നോ ഇന്നലെ പൊടുന്നനെ ഈ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് ചേർന്ന് പിൻവലിക്കുകയും KS അനിൽകുമാറിനെ രജിസ്ട്രാറായി അപ്പോയിന്റ് ചെയ്യുന്നു. അതിനുശേഷം KS അനിൽകുമാർ പെട്ടെന്ന് ഹൈക്കോടതിയിലേക്ക് പോയി എന്റെ ഹർജി പിൻവലിക്കുന്നു എന്ന കാര്യം അറിയിക്കുന്നു. അങ്ങനെ വരുമ്പോൾ കൂടുതൽ പരാമർശങ്ങൾ ഹൈക്കോടതിയിൽ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള തന്ത്രമാണോ അവിടെ പയറ്റിയത്? അങ്ങനെ വ്യാഖ്യാനം നടത്താവുന്നതാണ്. KS അനിൽകുമാർ ഭാരതാംബയുടെ ചിത്രം വെച്ചോ വെച്ചില്ലയോ എന്നുള്ള കേസൊന്നുമല്ല കേരള ഹൈക്കോടതിന് മുമ്പിലുള്ളത്. പക്ഷെ അത് മാത്രമേ ഹൈക്കോടതിയിൽ നിന്ന് വന്നുള്ളൂ. ശ്രീ G മുരളീധരൻ, ഇത് കേൾക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ, നിങ്ങൾ ക്ഷമയോട് കേൾക്കൂ.
അതായത് ഭാരതാംബയുടെ ചിത്രം വെച്ചതോ വെച്ചില്ലെന്നുള്ള പ്രശ്നമൊന്നുമല്ല ഹൈക്കോടതിയുടെ മുമ്പിൽ എത്തിയത്. അതായത് കേരള സർവകലാശാലയുടെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ, സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവിന്റെ തലവനെ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് വൈസ് ചാൻസലർ നിയമവിരുദ്ധമായി സസ്പെൻഡ് ചെയ്തു. അതിൽ നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയെ അനിൽകുമാർ സമീപിച്ചത്. അനിൽകുമാർ കോടതിയെ സമീപിക്കുമ്പോൾ അദ്ദേഹം റെസ്പോണ്ടന്റ് ആക്കിയത് 1 രജിസ്ട്രാർ ഇൻ ചാർജ്, 2 വൈസ് ചാൻസലർ ഇൻ ചാർജ്, 3 സിൻഡിക്കേറ്റ്. അങ്ങനെ സ്വാഭാവികമായും ആ കേസ് ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. പരിഗണിക്കാനിരിക്കുമ്പോൾ കോടതിയുടെ മുമ്പിൽ യൂണിവേഴ്സിറ്റി ഉള്ള നിലപാട് എന്താണെന്ന് അറിയിക്കണം. അങ്ങനെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റിന്റെ അധികാരം എടുത്ത് ഉപയോഗിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും 1013 എന്ന് പറയുന്ന ആക്ടിലെ ഒരു വകുപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സെക്ഷനിൽ തന്നെ പറയുന്നു എന്ത്, ഈ നടപടി എടുത്ത് സിൻഡിക്കേറ്റിന്റെ അധികാരം എടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സെക്ഷൻ, അതായത് നെക്സ്റ്റ് സിൻഡിക്കേറ്റിൽ, തൊട്ടടുത്ത് വരുന്ന സിൻഡിക്കേറ്റിൽ റിപ്പോർട്ട് ചെയ്യണം. ഇന്നലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ഇന്ന് കോടതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വൈസ് ചാൻസലർ ഞങ്ങൾ ആവശ്യപ്പെട്ട അനുസരിച്ചിട്ട് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു. സിൻഡിക്കേറ്റ് യോഗത്തിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് തയ്യാറാക്കണമെന്ന് വൈസ് ചാൻസലർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്താ, ഇവിടെ മുൻ വൈസ് ചാൻസലർ ആയിട്ടുള്ള ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഒരു ആക്ഷൻ എടുത്തിരിക്കുന്നു. ആ ആക്ഷൻ സിൻഡിക്കേറ്റിന്റെ അധികാരം അദ്ദേഹം സിൻഡിക്കേറ്റായി ആക്ട് ചെയ്തെടുത്തിരിക്കുന്ന നടപടിയാണ്. അങ്ങനെയാവുമ്പോൾ നിയമം അനുസരിച്ച് അതിവിടെ റിപ്പോർട്ട് ചെയ്യണം. ആ റിപ്പോർട്ട് ഇവിടെ വന്നെങ്കിൽ മാത്രമേ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് തയ്യാറാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ റിപ്പോർട്ട് സിൻഡിക്കേറ്റ് എന്ന് വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് പറഞ്ഞു സിൻഡിക്കേറ്റിൽ. ഞങ്ങൾ പറഞ്ഞത് പോരാ, സർക്കുലേറ്റ് ചെയ്യണം, ആക്ഷൻ എന്താണെന്ന് സർക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നടപടി അവിടെ സർക്കുലേറ്റ് ചെയ്തു. അങ്ങനെ അതിന്മേൽ ചർച്ച നടന്നു. ചർച്ച നടന്നപ്പോൾ സിൻഡിക്കേറ്റ് പറഞ്ഞു ഇവിടെ എടുത്തിരിക്കുന്ന നടപടി നിയമപരമായി നിലനിൽക്കുന്നതല്ല. അതായത് സിൻഡിക്കേറ്റിന്റെ സെക്ഷൻ 1013 എന്ന് പറയുന്ന വകുപ്പ് സർവകലാശാല വൈസ് ചാൻസലർക്ക് അദ്ദേഹത്തിന്റെ പ്രത്യേക അധികാരം നൽകുന്നതാണ്. അത് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം അവിടെ പറയുകയാണ് ഏതെങ്കിലും നിലയിലുള്ള ഒരു എക്സിജൻസി ഉണ്ടാവണം. ഇവിടെ എവിടെ എക്സിജൻസി? 25-ാം തീയതി ഉണ്ടായ ഒരു പ്രശ്നത്തിന് ഒരാഴ്ച കഴിഞ്ഞ് എന്ത് എക്സിജൻസി? അപ്പോ ഇത് നിലനിൽക്കുന്നതല്ല. 2, നടപടി എടുക്കുമ്പോൾ ഇതെല്ലാം സിൻഡിക്കേറ്റ് പറയുന്ന ന്യായങ്ങളാണ്. ഇതെല്ലാം സിൻഡിക്കേറ്റ് പറയുന്ന ന്യായങ്ങളാണ്. ഇത് ഹൈക്കോടതി കൊടുക്കേണ്ട സാമാന്യ അദ്ദേഹത്തിനുള്ള ഇതെല്ലാം സിൻഡിക്കേറ്റ് പറയുന്ന ന്യായങ്ങളാണ്. ഇത് പക്ഷേ ഹൈക്കോടതിയിൽ വന്നിട്ടില്ലല്ലോ. ഹൈക്കോടതിയിൽ വാദത്തിൽ വന്നിട്ടില്ലല്ലോ സിൻഡിക്കേറ്റ് പറയുന്ന ഈ ന്യായങ്ങൾ. ഞാൻ ഹർജി പിൻവലിക്കുന്നു എന്ന് രജിസ്ട്രാർ അറിയിച്ചതോടുകൂടി അവിടെ അവസാനിച്ചു. ഹർജി അവിടെ അവസാനിച്ചു. അപ്പോൾ നിലവിൽ KS അനിൽകുമാറാണ് കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ എന്ന് എങ്ങനെ നമുക്ക് ഉറപ്പിച്ചു പറയുവാൻ കഴിയും? ഹൈക്കോടതിയിൽ ഇന്ന് എന്ത് നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഞാൻ വരുന്നത്. പറയുന്നത് കേൾക്കൂ. അങ്ങനെ രണ്ടാമത്തെ ഞങ്ങൾ ഇത് തള്ളാൻ കാരണം, സിൻഡിക്കേറ്റ് തള്ളാൻ കാരണം, ആക്ടിലെ സെക്ഷൻ 2310 ഉപയോഗിച്ച് രജിസ്ട്രാർക്ക് പറയാനുള്ള അവസരം കൊടുത്തില്ല, അദ്ദേഹത്തിന്റെ ഭാഗം പറയാനുള്ള അവസരം കൊടുത്തില്ല. ഈ 2 കാരണം കൊണ്ട് VC എടുത്ത ഈ നിയമവിരുദ്ധ നടപടി സിൻഡിക്കേറ്റ് റദ്ദു ചെയ്തു. എന്നിട്ട് ഇതിനെ മൊത്തത്തിൽ അന്വേഷിക്കാൻ വേണ്ടി ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. ഇത് കോടതിയെ അറിയിക്കാൻ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ചുമതലപ്പെടുത്തി. ഈ തീരുമാനം സിൻഡിക്കേറ്റ് എടുക്കാൻ നേരത്ത് വൈസ് ചാൻസലർ ഇറങ്ങിപ്പോയി. വൈസ് ചാൻസലർ വാക്കൗട്ട് നടത്തി ഇറങ്ങിപ്പോയി. 2 സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇറങ്ങിപ്പോയി. സിൻഡിക്കേറ്റ് അങ്ങനെ വൈസ് ചാൻസലർ പോയി കഴിഞ്ഞാൽ 1977 കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ട് 1 clause 2 അനുസരിച്ച് ഇൻ ദ ആബ്സെൻസ് ഓഫ് വൈസ് ചാൻസലർ ഓർ PVC പ്രോ വൈസ് ചാൻസലർ, ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരു മെമ്പർക്ക് അവിടെ ചെയറായി യോഗം തുടരാം. അങ്ങനെ യോഗം തുടർന്ന് ഈ തീരുമാനം സിൻഡിക്കേറ്റ് 18 അംഗങ്ങൾ, 21 പേർ പങ്കെടുത്തതിനകത്ത് 18 അംഗങ്ങൾ ഈ വൈസ് ചാൻസലറുടെ നിയമവിരുദ്ധ നടപടി റദ്ദ് ചെയ്ത് നാളെ കോടതിയിൽ അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാർക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്തു. ഇന്നലെ സസ്പെൻഷൻ റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ കൊടുത്തു. അദ്ദേഹം ഇന്നലെ 4:30 ചുമതലയേറ്റ് ഇന്ന് കോടതിയിൽ കേസ് വന്നപ്പോൾ രജിസ്ട്രാർ എന്തിനു വേണ്ടിയിട്ടാണോ കോടതിയെ സമീപിച്ചത്, അത് എന്റെ അപ്പോയിന്റിംഗ് അതോറിറ്റി ആയിട്ടുള്ള സിൻഡിക്കേറ്റ്, ഞാൻ റെസ്പോണ്ടന്റ് ആക്കിയിട്ടുള്ള സിൻഡിക്കേറ്റ് അതിന്മേൽ തീരുമാനമെടുത്ത് എനിക്കിനി കേസില്ല എന്ന് പറഞ്ഞു. കോടതി അത് അംഗീകരിച്ചു. അദ്ദേഹത്തിന്റെ റിട്ട് റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുമതി നൽകി. ഇതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാർ കേരള യൂണിവേഴ്സിറ്റി അതായത് സിൻഡിക്കേറ്റ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. അതോടുകൂടി രജിസ്ട്രാർ തന്റെ ഹർജി പിൻവലിച്ചു. സ്വാഭാവികമായിട്ടും പരാതി കൊടുത്തയാൾ ഹർജി പിൻവലിക്കുമ്പോൾ കോടതി അത് അംഗീകരിക്കുന്നു. ആ നടപടിക്രമമേ നടന്നിട്ടുള്ളൂ. അല്ലാതെ സിൻഡിക്കേറ്റിന്റെ തീരുമാനം കോടതി അംഗീകരിക്കണമെങ്കിൽ അങ്ങനെ വന്നിട്ടില്ല. ഇനി ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം. അതിപ്പോൾ നിയമവിരുദ്ധം എന്ന് പറയുന്നത് സിൻഡിക്കേറ്റ് ആണ്.
ചക്കളത്തിപ്പോരിന്റെ ഒരു ഭാഗം മാത്രമാണ് അത്. മറുവശത്ത് മറ്റേയാളുണ്ട്, വൈസ് ചാൻസലർ ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം. ഞാൻ താങ്കളിലേക്ക് വരാം. അല്ലല്ല, താങ്കളുടെ നിലപാട് കൃത്യമാണല്ലോ, എനിക്ക് മനസ്സിലായത്. ആർ ശശികുമാർ, ഇതാണോ താങ്കളുടെയും നിലപാട്? ഇതിപ്പോൾ സിൻഡിക്കേറ്റ് എങ്ങനെ ഒരു തീരുമാനമെടുത്തു, ആ തീരുമാനം പ്രകാരം KS അനിൽകുമാർ, എന്നെ ആരും സസ്പെൻഡ് ചെയ്തിട്ടില്ല, ഞാനിപ്പോൾ രജിസ്ട്രാർ ആണ് എന്ന വിവരം ഹൈക്കോടതിയെ അറിയിക്കുന്നു, ഹൈക്കോടതി ആ ഹർജി പിൻവലിക്കുവാൻ അനുമതി കൊടുക്കുന്നു. ഇതോടുകൂടി തീർന്നു എന്നാണോ? ഇതോടുകൂടി KS അനിൽകുമാർ കേരള സർവകലാശാലയിലെ രജിസ്ട്രാർ